പാലക്കാട് ഇപ്പോൾ നഗരസഭയിൽ മാത്രമല്ല ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞത്. ബി ജെ പിക്ക് അവിടെ എല്ലാ ബൂത്തുകളിലും 50ഉം 60ഉം അല്ലെങ്കിൽ 30, 25 അങ്ങനെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും ഒരുപോലെയാണ് പറയുന്നത്. നഗരസഭ മാത്രം പ്രത്യേക വോട്ട് കുറയുകയല്ല ചെയ്തത്. അപ്പൊ അതുകൊണ്ട് പാർട്ടി മൊത്തത്തിൽ അത് വിലയിരുത്താൻ വേണ്ടിയും സ്റ്റഡി ചെയ്യാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. അപ്പൊ അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്നുള്ള രീതിയിൽ അത് പല ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉരുക്കുകോട്ടയിൽ മാത്രം വോട്ട് കുറയുന്ന ഒരു പ്രതിഭാസമല്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കേണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രാഥമികമായി നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ ആ മണ്ഡലത്തിൽ മൊത്തത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അത് നമ്മുടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ഒന്നുമല്ല. ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. പക്ഷെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് ഒന്നുമല്ല. കേരളത്തിൽ 2-3 ഉപതെരഞ്ഞെടുപ്പ് നടന്നതിലും 3ലും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ചേലക്കരയിൽ ഇവിടെ കോൺഗ്രസിന്റെ അവകാശവാദം കോൺഗ്രസ് ആണ് അവിടെ യു ഡി എഫിന്റെ വോട്ട് കുറച്ചത് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് കുറച്ചത് എന്ന് പറയുന്നു. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് അധികം നേടിയത് ബി ജെ പി ആണ്. ബി ജെ പി ആണ് 7000-ൽ കൂടുതൽ വോട്ട് നേടിയത്. എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അത് ബി ജെ പിക്കാണ്, അല്ലാതെ യു ഡി എഫിനല്ല. അപ്പൊ അത് നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കാതെ ഒരു ഏകപക്ഷീയമായി ബി ജെ പിയുടെ പരാജയം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോ അതൊന്നാമത്തെ കാര്യം. വെമ്പായം പഞ്ചായത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വെമ്പായം പഞ്ചായത്തിൽ ബി ജെ പി എൽ ഡി എഫിനോട് ചേർന്ന് പരാജയപ്പെടുത്തുക. അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യേണ്ട കടമ ബി ജെ പിക്കില്ലേ? അതൊരു ധാർമ്മികമായ രാഷ്ട്രീയ ധാർമ്മികതയല്ലേ? അങ്ങനെ ബി ജെ പി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ എങ്ങനെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നു? അവിടെ എസ് ഡി പിയുമായി കൂട്ടുചേർന്നിട്ടല്ലേ? എസ് ഡി പിയുടെ വോട്ട് മേടിച്ചുകൊണ്ടല്ലേ അവരെ വീണ്ടും അവിടെ അധികാരത്തിൽ വന്നത്? അപ്പൊ എന്ത് പച്ചക്കള്ളമാണ് പൊതുസമൂഹത്തിനോട് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? അപ്പൊ ഇരട്ടത്താപ്പ് നടത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരിക്കലും മുമ്പോട്ടുമല്ല. അവിടെ നേരത്തെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്താനും പറയാനും ശ്രമിക്കണം. അപ്പോ വെമ്പായം പഞ്ചായത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നമ്മൾ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. ആ വോട്ട് എസ് ഡി പിയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ പറഞ്ഞു തീർക്കാതെ ഒരു വശം മാത്രം പറഞ്ഞു പോകുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് നോക്കും, മഹാരാഷ്ട്രയിലും അതുപോലെ ജാർഖണ്ഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നടന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതേ രീതിയിലല്ലേ പറഞ്ഞത്? ബി ജെ പി യു പിയിൽ തകർന്നടിഞ്ഞു, മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്താ? അവിടെ നടന്ന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകൾ, യു പിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് 9 സീറ്റ് ഉണ്ടായിരുന്ന 7 സീറ്റിലും ബി ജെ പി വീണ്ടും ജയിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ മഹാഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഉണ്ടപ്പോൾ വസ്തുതകൾ പറയാതെ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിൽ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും വസ്തുതകളെ മാത്രം വെച്ചുകൊണ്ട് സംസാരിക്കാം. കേരളത്തിൽ ബി ജെ പിയുടെ ഇപ്പോ പാലക്കാട് വോട്ട് കുറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുന്നു, പരാജയം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ആ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടായി. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ എസ് ഡി പി യുമായി ചേർന്നുകൊണ്ടുള്ള വോട്ട് കച്ചവടമാണ് യു ഡി എഫ് നടത്തിയത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. അത് ബി ജെ പി മാത്രമല്ല ആരോപിച്ചത്, അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നത് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടും അവിടെ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിട്ടുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ ഇവിടെ ഡോക്ടർ സമ്പത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ പരസ്യമായിട്ട് എസ് ഡി പി യുമായി കൂട്ടുകെട്ടിയിട്ടല്ലേ പല സ്ഥലങ്ങളിലും വിജയിക്കാൻ വേണ്ടി സാധിച്ചത്? കോൺഗ്രസിന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഈ തീവ്രവാദ ശക്തിമുളവായി കൂട്ടുചേർന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.